നസം UK-യിൽ ജീവിക്കുന്ന മലയാളികൾക്കും അവിടെയുള്ളവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ. UK-യിൽ 3 തരത്തിലുള്ള മലയാളികളാണുള്ളത്. ഒന്ന്, സ്വാതന്ത്ര്യാനന്തരം മുതൽ ഏതാണ്ട് 98 വരെ പല സാഹചര്യങ്ങളിൽ UK-യിലെത്തിയവർ. അവരിൽ ഭൂരിഭാഗം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ഭരണാധികാരികൾ ഫാസിസ്റ്റുകളായി മാറിയപ്പോൾ അഭയം തേടി എത്തിയവരാണ്. പിന്നീട് വിസ അടക്കം പല വിസകളിലും പലപ്പോഴായി വന്ന് അവിടെ സ്ഥിരതാമസമാക്കിയ പഴയ തലമുറക്കാർ. അവരിൽ മിക്കവരും താമസിക്കുന്നത് ലണ്ടനിലെ ക്രോയിഡോണിലും ഈസ്റ്റ് ഹാമിലുമൊക്കെയാണ്. പ്രോപ്പറായിട്ടുള്ള ആദ്യത്തെ കുടിയേറ്റം നടക്കുന്നത് 98-ൽ ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയായപ്പോഴാണ്. അത് ഏതാണ്ട് 2008 വരെ 10 വർഷം നീണ്ടുനിന്നു. പിന്നീട് 3-ാം ഘട്ട കുടിയേറ്റം ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായ ശേഷം സംഭവിച്ചതാണ്. 2020-21 കാലഘട്ടത്തിലെ കോവിഡിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ ജോലിക്ക് പോകാൻ മടി കാണിച്ചപ്പോൾ മിക്കവരും വർക്ക് അറ്റ് ഹോമിലേക്ക് മാറിയപ്പോൾ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കെയർ ഹോമുകളും അടക്കം എല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് 3-ാമത് വാതിൽ വലുതായി തുറക്കുന്നത്. ഈ അവസരം കൃത്യമായി മുതലെടുത്തത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഏതാണ്ട് 10 ലക്ഷത്തോളം പേരാണ്. അവരിൽ മുൻപിലെത്തിയത് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ. ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 50,000-ത്തോളം മലയാളി കുടുംബങ്ങൾ UK-യിലേക്ക് കുടിയേറി. അക്കാലത്ത് രേഖാ പരിശോധനകൾ ദുർബലമായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടാക്കി സ്റ്റുഡൻറ് വിസയിൽ UK-യിലെത്തിയാൽ അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 6 മുതൽ 25 ലക്ഷം രൂപ വരെ വാങ്ങി നിരവധി നഴ്സിംഗ് ഏജൻസികൾ കെയറർമാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ടിയിരുന്നില്ല. അങ്ങനെ എത്തിയ ഏതാണ്ട് 2-3 ലക്ഷം ആളുകൾ, അവരുടെ ജീവിത പങ്കാളികളും മക്കളും അടക്കം കുറഞ്ഞത് 10-15 ലക്ഷം പേരാണ് ഈ കാലയളവിൽ എത്തിയത്. 2021 മുതൽ 24 വരെ 3 വർഷം ഈ തുടർ പ്രവാഹം തുടർന്നു. 24 നിയമം കർശനമാക്കി. 25 ആർക്കും ഈ ഒഴിവിൽ അവിടെ വരാൻ കഴിയാത്ത സാഹചര്യമായി. അമിതമായ കുടിയേറ്റ പ്രവാഹം ബ്രിട്ടനിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. റിഫോം UK എന്ന പേരിൽ വലതുവംശീയ രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുകയും അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുമ്പിലെത്തുകയും ചെയ്തു. റിഫോം UK പ്രഖ്യാപിക്കുന്ന നയത്തിന് ബദലായി പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കും നയം പ്രഖ്യാപിക്കേണ്ടി വന്നു. റിഫോം അധികാരത്തിൽ വന്നാൽ ഒരാളെ പോലും ഇനി റിക്രൂട്ട് ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ളവരുടെ വിസ പുതുക്കുകയില്ല, പെർമനന്റ് റെസിഡൻസി എന്ന സമ്പ്രദായം ഇല്ലാതാക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിക്കും കർക്കശമായ കുടിയേറ്റ നിയമങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഭരണകക്ഷിയായ ലേബർ പാർട്ടി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി 2021 മുതൽ 25 വരെയുള്ള കാലയളവിലെത്തിയ ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ 5 വർഷ കാലാവധി പൂർത്തിയാക്കുമ്പോൾ PR കൊടുക്കേണ്ടി വരും എന്നതാണ്. PR കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സർക്കാർ ബെനിഫിറ്റുകൾ കൊടുക്കണം, സൗജന്യ ചികിത്സ കൊടുക്കണം, തൊഴിലില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം. ഇത് വലിയ ജനകീയ വികാരമായി മാറുകയും ഈ പറയുന്ന 10 ലക്ഷം പേർ ഒരുമിച്ച് PR കിട്ടാതിരിക്കാൻ പുതിയ കുടിയേറ്റ നിയമം കൊണ്ടുവരികയും ചെയ്തു പുതിയ സർക്കാർ. നിലവിൽ UK-യിലുള്ള നിയമം അനുസരിച്ച് 5 വർഷം നിയമപരമായി UK-യിൽ വർക്ക് പെർമിറ്റോടുകൂടി ജോലി ചെയ്താൽ 5-ാം വർഷം PR കിട്ടും. അതിൻ്റെ മിനിമം കാലയളവ് 10 വർഷമാക്കി ഉയർത്താനും കെയറർ പോലെയുള്ള അൺസ്കിൽഡ് ലേബറിന് PR കിട്ടാനുള്ള കാലാവധി 15 കൊല്ലമാക്കി ഉയർത്താനും സർക്കാർ മുമ്പോട്ട് വന്നു. ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ അവർക്ക് PR കൊടുക്കത്തില്ല എന്ന് നിയമം കൊണ്ടുവന്നു. PR കിട്ടുന്നതിന് മുൻപ് ബെനിഫിറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ അധിക ബാധ്യതയാകും. അങ്ങനെ 20-25 വർഷം കഴിഞ്ഞാലും PR കിട്ടാത്ത സാഹചര്യം. ഏറ്റവും കുറഞ്ഞത് PR-ന് 10 വർഷം കിട്ടേണ്ട സാഹചര്യം. ഇത് മലയാളികളടക്കം ഈ കാലഘട്ടത്തിൽ അവിടെ എത്തിയവരുടെ ഉറക്കം കെടുത്തി. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, 2.5 വർഷത്തേക്കാണ് ഒരു തവണ വിസ കിട്ടുന്നത്. ഈ 2.5 വർഷം വിസ കിട്ടാൻ 2 മക്കളുള്ള ഒരു കുടുംബത്തിന് കുറഞ്ഞത് 25 ലക്ഷം രൂപ മുടക്കാവും. വീണ്ടും 2.5 വർഷം കൂടി വിസ പുതുക്കി കിട്ടുമ്പോൾ 50 ലക്ഷമാവും. അതിനുശേഷം PR കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിങ്ങനെ 10-15 വർഷമായാൽ ഓരോ 2.5 വർഷം കൂടുമ്പോഴും 10-25 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. അത് മുടക്കിയാൽ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഈ കെയറർ വിസയിൽ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ നിന്നും കെയർ വിസയിലേക്ക് മാറിയ എല്ലാവരും തന്നെ ഇടത്തരവും പാവപ്പെട്ടവരുമായ മനുഷ്യരാണെന്ന് ഓർക്കണം. അവരുടെ നാട്ടിലെ സ്വത്തൊക്കെ വിറ്റിട്ടാണ് അവർ ഏജൻസികൾക്ക് 8-10 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ എത്തിയത്. അവർക്ക് നിരാശരായി ഏതു നിമിഷവും മടങ്ങിപ്പോവേണ്ടി വരും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എല്ലായിടത്തും ആശങ്കയാണ്. നിലവിലുള്ള ലേബർ സർക്കാർ പ്രഖ്യാപിച്ചതിനേക്കാൾ കടുത്ത നിലപാട് പ്രഖ്യാപിക്കുന്നു കൺസർവേറ്റീവുകൾ. അതിനേക്കാൾ ഭീകരമായ നിലപാട്, ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് റിഫോം UK പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അഭയം എവിടെ
എന്ന് കരുതി ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ബ്രിട്ടനിൽ ഭരണമാറ്റമുണ്ടാവുന്നത്. ലേബർ പാർട്ടിയിലെ ആഭ്യന്തര ലഹളയെ തുടർന്ന് ജനപിന്തുണ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് നഷ്ടപ്പെട്ടപ്പോൾ മാഞ്ചസ്റ്റർ മേയറായിരുന്ന ആൻഡി ബേണം പുതിയ പ്രധാനമന്ത്രിയായി വരുന്നു. ആൻഡി ബേണം അഭയാർത്ഥികൾക്ക് പോലും വർക്ക് പെർമിറ്റ് കൊടുക്കണം എന്ന നിലപാടുള്ള ആളായതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടിയേറ്റക്കാർ കാത്തിരുന്നത്. ഇന്നിറങ്ങിയ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഒരു പരിഹാരവുമായി ആൻഡി ബേണം വരുന്നുവെന്നാണ്. നിലവിൽ UK-യിലുള്ളവർക്ക് പുതിയ നിയമം ബാധകമല്ലാത്ത തരത്തിൽ നിയമം പാസാക്കാൻ ആൻഡി ബേണം ഉദ്ദേശിക്കുന്നുവെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ലേബർ സർക്കാർ ഇതുവരെ മുമ്പോട്ട് വെച്ച നിയമം അതേപടി തന്നെ പാസാക്കും. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ് എന്നാണോ ഇത് നിലവിൽ വരുന്നത് അന്ന് മുതലായിരിക്കും. പുതിയ നിയമം നിലവിൽ വന്നതിന് ശേഷം UK-യിൽ വരുന്നവർക്ക് ഈ നിയമം ബാധകമാണ്. ഈ നിയമം നടപ്പിലാവുന്നതിന് മുമ്പ് UK-യിലെത്തിയവർക്ക് ബാധകമല്ല എന്ന തരത്തിൽ മാറ്റം വരുത്തും. ഇത് വലിയ ആശ്വാസമാണ് മലയാളികളടക്കമുള്ള ഈ 10 ലക്ഷം പേർക്ക്. 2021 ആദ്യ ബാച്ചിൽ എത്തിയവരൊക്കെ ഈ വർഷം PR കിട്ടേണ്ടവരാണ്. കാരണം അവർ 5 വർഷം പൂർത്തിയാക്കി. ഇനി വരാൻ പോകുന്ന 3-4 വർഷം 2022 മുതൽ 24 വരെ വന്നവർക്ക് PR കിട്ടേണ്ടതാണ്. അവർക്കൊക്കെ PR കിട്ടുന്ന സാഹചര്യമുണ്ടാവും. 2026 നവംബറിൽ നിയമം നിലവിൽ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാണോ നിയമം നിലവിൽ വരുന്നത് അതിനുശേഷം UK-യിലേക്ക് എത്തിയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. അതിനു മുമ്പ് അവിടെ എത്തിയവരെ ഇത് ബാധിക്കാത്ത തരത്തിൽ നിയമനിർമ്മാണം ഉണ്ടായേക്കും എന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാവില്ല. എന്നാൽ 2 ആഴ്ചക്കകം ആൻഡി ബേണം തൻ്റെ കെയർ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുന്നുണ്ട്. തൻ്റെ പിതാവ് റോയിയെ അൾഷമേഴ്സ് ബാധിച്ചപ്പോൾ പരിചരിച്ച കെയറർമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കെയറർ സംവിധാനത്തിന് അഴിച്ചുപണി വരുത്തേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ആൻഡി ബേണം പ്രസ്താവന ഇറക്കുമത്രേ. അതിനുശേഷം നവംബറിൽ പുതിയ നിയമം നടപ്പിലാക്കുമ്പോൾ നിലവിലുള്ളവരെ ഇത് ബാധകമാക്കാത്ത തരത്തിൽ എക്സംഷൻ കൊണ്ടുവരും എന്ന് ആധികാരിക റിപ്പോർട്ട് ചെയ്യുകയാണ് ഗാർഡിയൻ. UK-യിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് ഇതിനേക്കാൾ സന്തോഷ വാർത്ത മറ്റൊന്നും ഉണ്ടാക്കില്ല. ഒരു വീട് പോലും വാങ്ങാതെ അവർ മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇനി അവർക്ക് ആശങ്ക ഒഴിവാക്കാം. ഇവർക്കൊക്കെ 5 വർഷം കാലാവധി പൂർത്തിയാകുമ്പോൾ PR കിട്ടുന്ന സാഹചര്യം തെളിഞ്ഞിരിക്കുന്നു. അവരൊക്കെ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ പ്രതിസന്ധി ഒഴിഞ്ഞുപോയതിന്.